ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒത്തിരി ഒഫൻസ് ഒക്കെ ഉണ്ടാവും. പ്രധാനമായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചോ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെക്കുറിച്ചോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊന്നും അല്ല നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതിലുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രം ആരോഗ്യമുള്ളതാണ്, ഈ പോക്ക് പോയാൽ എത്ര നാൾ നമുക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം എവിടെ നിന്നുള്ള വെള്ളം പോഷകം കിട്ടുന്നുണ്ടോ, വെള്ളം മലിനമാണോ, ശ്വസിക്കുന്ന അതിനെക്കുറിച്ചൊന്നും ഡിസ്കഷൻ ഇല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വെച്ചാൽ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ എന്നെ ശകാരിച്ചോട്ടെ, എന്നാലും ഞാൻ പറയാണ്, ഭർത്താവും ഭാര്യയും രാത്രിയിൽ എല്ലാ തിരക്കും കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് കയറുമ്പം ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കടി എന്ന് പറയുന്ന ഭർത്താക്കന്മാരാണ് ഒരു വലിയ ശതമാനവും. ഇനി എങ്ങാൻ ഭർത്താവ് മറന്നുപോയെങ്കിൽ, ആ വെപ്രാളത്തിൽ മറന്നുപോയെങ്കിൽ പിള്ളേർ കാണും ലൈറ്റ് ഓഫ് ചെയ്യേ എന്ന്. ഈ ലൈറ്റ് ഓഫ് ചെയ്യലാണ് നമ്മുടെ ഇരുട്ടിലാണ് നമ്മുടെ എല്ലാ രതിസങ്കല്പങ്ങളും പൂർത്തിയാകുന്ന. രതിസങ്കല്പമായിക്കോട്ടെ, നമ്മുടെ സ്വകാര്യത എല്ലാം ഇരുട്ടിലാണ് എന്നാണ്, നമ്മൾ ഇരുട്ടത്ത് വേണം. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ അതിനെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഒരു പെർഫോമർ, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അതൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആഗ്രഹം എനിക്കുണ്ട്. കുറേ കാര്യങ്ങളിൽ നമ്മൾ വളരെ ഫേക്കാണ്, നമ്മൾ വളരെ പ്രിട്ടൻഷ്യസ് ആണ്, നമ്മളെല്ലാവരും ആണ്. നമ്മളുടെ ഉള്ളിലുള്ള വിചാരങ്ങളൊന്നും അല്ല നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. എല്ലാം പറയണമെന്നല്ല അവിടെ ഞാൻ പറയുന്നത്. ചില ഇടങ്ങളിൽ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു ഭാരക്കുറവും ഒക്കെ നമുക്കുണ്ട്. പല പ്രശ്നങ്ങളും അതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.